നമസ്കാരം. നമുക്കിന്നൊരു സിമ്പിളായിട്ടൊരു ടൊമാറ്റോ പുലാവ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. പാനിലേക്ക് കുറച്ച് വെജ് ഓയിൽ ആഡ് ചെയ്ത ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ടൊന്ന് പൊട്ടിക്കുക. അതിലേക്ക് കനത്തി കട്ട് ചെയ്ത് കുറച്ച് സ്ലൈസ്ഡ് ഓനിയനും ടൊമാറ്റോയും കൂടി ഇട്ട് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി ആ ടൊമാറ്റോ ഒന്ന് സ്മാഷ് ആയ വരെ സമയം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും അല്പം ജീരാപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു കപ്പിന് 1 കപ്പ് അരിയാണ് നമ്മൾ അളന്നെടുത്തത്. അപ്പോൾ 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വാട്ടറിൻ്റെ കണക്ക്. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്ത ശേഷം റൈസും വെള്ളം ഓരോ ലെവലാകുന്ന സമയത്ത് നമ്മൾ അടച്ച് വെച്ച് ദം ചെയ്യണം. ഒരു 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിന്, ബാക്കി ഒരു 15 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തും കുക്ക് ചെയ്ത് നമ്മുടെ റൈസ് റെഡിയാണ്. ഇത് നമ്മുടെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. നേരെ വാഴയിലേക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല റൈത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ കറി എന്തെങ്കിലും കൂടെ കഴിക്കാൻ പറ്റും അടിപൊളി ഐറ്റം. നമസ്കാരം. ഇന്ന് നമുക്കൊരു മീൻ മാങ്ങച്ചാർ ഉണ്ടാക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ആലപ്പി സ്റ്റൈലുള്ള മീൻ മാങ്ങച്ചാർ. തക്കാളിയും അതോടൊപ്പം തന്നെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് മിക്സി നല്ല ഫൈനായിട്ട് പേസ്റ്റാക്കി എടുക്കും ഇതുപോലെ. പിന്നീട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കടുകും ഉലുവയും ടെമ്പർ ചെയ്യുക. ഇതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടെ ഇട്ട് നല്ല രീതിയിൽ നിന്ന് വഴറ്റി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി വരുന്ന സമയം സ്ലൈസ് ചെയ്ത ചെറുള്ളിയും കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റുക. അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് നല്ല രീതിയിൽ ബ്രൗൺ ആയി വരുന്ന ടൈമിലേക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് 2 മിനിറ്റ്സ് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക. ഈ മസാലയുടെ എണ്ണ ഇതുപോലെ തെളിഞ്ഞ് വരുന്ന സമയം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കട്ട് ചെയ്തേക്കുന്ന പച്ചമാങ്ങയും ഉപ്പും കൂടെ ചേർത്ത് ചെറു തീയിലിട്ട് മാങ്ങയെ നല്ല രീതിയിൽ കുക്കാക്കി എടുക്കുക. ഉടഞ്ഞു വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് നടുവേ കയറി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും കൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്യുക. മീൻ ഒരു 70% കുക്കായി കഴിയുമ്പോൾ നല്ല തിക്കായുള്ള ക്രീമിയുള്ള കോക്കനട്ട് മിൽക്ക് ചേർത്ത് ഒരു തിള വരുന്ന വരെ തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തടുക്കയും കൂടെ ടെമ്പർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പി സ്റ്റൈൽ മീൻ. ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു പൊട്ടിച്ചൊഴിച്ച എഗ് റോസ്റ്റും നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കിയാലോ. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് സ്ലൈസ് ചെയ്ത് ഒനിയനും കറിവേപ്പിലും നടുവേ കയറി പച്ചമുളക് ഒന്ന് നല്ല രീതിയിൽ വഴറ്റുക. ഒനിയനൊന്ന് വാടി വരുമ്പോൾ തക്കാളി സ്ലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വഴറ്റി തക്കാളി സ്മാഷ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് കൂടെ ഇട്ട് നല്ല രീതിയിൽ സ്മാഷ് ആക്കി ഇടുക. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ സ്ലോ ഹീറ്റിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. മസാല കുക്കായി കഴിയുമ്പോൾ അല്പം വെള്ളം ഒഴിച്ച് ഒരു ഉപ്പുകൂടെ തിളപ്പിക്കുക. ഇതിലേക്ക് 2 പൊട്ടിച്ചൊഴിച്ച മുട്ട ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആ മുട്ട നല്ല രീതിയിൽ ഈവനായിട്ട് കുക്കാകുന്ന രീതിയിൽ സൈഡിൽ കൊടുത്ത് ഗ്രേവിയൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിന് ഉണ്ണി പൊട്ടല്ല കേട്ടോ. ഉണ്ണി പൊട്ടാതെ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് നമ്മുടെ കറി റെഡിയാണ്. ഇതെല്ലാം ദോശമാവ് പോലെ സെറ്റ് ചെയ്ത് വെക്കുക. നല്ല ഹീറ്റായ പാനിലേക്ക് ഇട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചുട്ടെടുത്ത് നല്ല ക്രിസ്പി ദോശയും എഗ് റോസ്റ്റും റെഡിയാണ്. ട്രൈ ചെയ്യുക.